പാലക്കാട് ചിറ്റൂരിൽ ഷൺമുഖം കോസ്വേയിൽ അകപ്പെട്ട 2 വിദ്യാർത്ഥികൾ മരിച്ചു. തമിഴ്നാട് സ്വദേശികളായ ശ്രീ ഗൗതം, അരുൺകുമാർ എന്നിവരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഉച്ചയോടെ നദിയിൽ കുളിക്കാനിറങ്ങിയവർ ഒഴുക്കിൽപ്പെട്ട് കോസ്വേയുടെ ഓവിൽ കുടുങ്ങുകയായിരുന്നു. ലിജോ വർഗീസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലിജോ, എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്? ഇന്നുച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ചിറ്റൂരിലുള്ള ഷൺമുഖം നിലമ്പതി പാലത്തിനടുത്തുള്ള ചെക്ക് ഡാമിൽ ഈ വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെടുന്നത്. പാലത്തിനടിയിലുള്ള ഹോളിലേക്ക് ഈ 2 വിദ്യാർത്ഥികളും അതിലേക്ക് താഴേക്ക് പോയി കുടുങ്ങുകയായിരുന്നു. 10 വിദ്യാർത്ഥികളാണ് കോയമ്പത്തൂരിൽ നിന്ന് കർപ്പകം സർവകലാശാലയിലെ BSc വിദ്യാർത്ഥികളായിട്ടുള്ള 10 പേർ വിനോദയാത്രയ്ക്കായി കേരളത്തിലെത്തുന്നത്. അതിനുശേഷം അവർ ഈ ചെക്ക് ഡാമിൽ നീന്താനായി ഇറങ്ങുന്നു. ഇതിൽ 2 പേർ നീന്തുന്നതിനിടയിൽ അബദ്ധത്തിൽ ഈ ഹോളിലേക്ക് വീഴുകയായിരുന്നു. 2 വിദ്യാർത്ഥികളിൽ ഒരാളെ ആദ്യം തന്നെ ശ്രീ ഗൗതം എന്ന 21-കാരനെ എടുക്കാൻ കഴിയുന്നു. അബോധാവസ്ഥയിലായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അയാൾ ആ സമയത്ത് തന്നെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും അയാളുടെ ജീവൻ നഷ്ടമായിരുന്നു. മറ്റൊരാൾ അരുൺകുമാർ ആയിരുന്നു. അരുൺകുമാർ ഏതാണ്ട് 4 മണിക്കൂറിനടുത്ത് നീണ്ട പരിശോധനയ്ക്കിടയിലാണ് അവസാനമാണ് ഈ അരുൺകുമാറിൻ്റെ മൃതദേഹം ലഭിക്കുന്നത്. അതും ഈ ഉള്ളിൽ കുടുങ്ങിയ നിലയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഭഗീരഥ പ്രയത്നം ഇതിനു മുമ്പിൽ ഉണ്ടായി. കാരണം എവിടെയാണ് ഈ വിദ്യാർത്ഥി കുടുങ്ങിയതെന്ന് സംബന്ധിച്ചൊരു വ്യക്തത ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഫയർഫോഴ്സ് ആ പരിസരം മുഴുവൻ പരിശോധിച്ചു. അതിനുശേഷമാണ് വളരെ പാനിക്കായിരുന്ന, ആശങ്കയിലായിരുന്ന കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ് ദൃശ്യങ്ങൾ കാണിച്ചത്. ഏത് ഹോളിലൂടെയാണ് ഒഴുകിയതെന്ന് ആ സമയത്ത് ദൃശ്യങ്ങൾ കാണിക്കുകയും ആ ദൃശ്യത്തിൻ്റെ ഒടുവിൽ ആ പ്രശ്നം എങ്ങനെ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമം പിന്നീട് നടക്കുകയായിരുന്നു. അതിനാണ് ഏറ്റവും ഒടുവിലായി ഹോളിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. ഇതിനിപ്പോൾ നാളെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ഉള്ള മൃതദേഹം നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം നടത്തും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.